വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കൊച്ചിക്ക് പോവാണ്. എന്തിനാണ് കൊച്ചിക്ക് പോകണമെന്ന് ചോദിച്ചാൽ, ബേബിക്ക് അവിടെ ഇൻറ്റേൺഷിപ്പായിട്ട് അവൾ അവിടെയാണ്, 1 മാസമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവളെ കാണാൻ പോവാം, എന്നിട്ട് കൊച്ചി ഒന്ന് കറങ്ങിയിട്ടും വരാമല്ലോ എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ പോയതാണ്. അപ്പോൾ രാവിലെ ഒരു 5 മണി 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾക്കും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും കറി നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് പത്തിരിയും പൊറാട്ടയും വെള്ളപ്പൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ഇനി കുറച്ച് ട്രാവൽ വീഡിയോസാണ്, അതൊന്ന് കണ്ടിട്ട് വരൂ. അങ്ങനെ ഞങ്ങളൊരു പെട്രോൾ പമ്പ് കയറിയിട്ട് വാഷ്റൂമൊക്കെ യൂസ് ചെയ്തു. പിന്നെ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു സ്ഥലമാണ്, അവിടെ ഒരു അപ്പോളോ ഹോസ്പിറ്റൽ അങ്ങനെ എന്തോ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഡയറി മിൽക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഒരു 8 മണി 8:30 ആയപ്പോഴാണ് കേട്ടോ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നിർത്തിയിട്ട് ഫുഡ് കഴിച്ചതാണ്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് മാറ്റി കൊടുത്തു. കുട്ടികൾ ഈ ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, അവർ വീട്ടിൽ ഇട്ടിരുന്ന ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ആ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എത്താനായി എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ലിപ്സ്റ്റിക്കൊക്കെ കുറച്ച് തേച്ചു ഞാൻ. പിന്നെ ഇതാണ് അവളുടെ ഫ്ലാറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയാണിത്. അപ്പോൾ അവൾക്ക് കൊണ്ടുപോയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുത്തിട്ട് മുകളിലോട്ട് പോയി അവർക്ക് കൊടുത്തു. പിന്നെ അവളെ കൂട്ടിയിട്ട് ഞങ്ങൾ കറങ്ങാൻ പോകാമെന്നായിരുന്നു പ്ലാന്. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ അവളെ കൂട്ടിയിട്ട് ആദ്യം പോയത് മറൈൻ ഡ്രൈവിലേക്കാണ്. മറൈൻ ഡ്രൈവിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറേ നേരം ഒന്നുമില്ല, കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവിടെ മെയിനായിട്ട് ബോട്ടിംഗ് ആണ് ഉള്ളത്. അപ്പോൾ ബോട്ടിംഗ് ആണ് ഞങ്ങൾക്ക് അത്ര ബോട്ടിങ് വേണ്ട തോന്നി. അപ്പം ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ ഓരോ ഐസ്ക്രീമും കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു കുറച്ച് നേരം. അവിടെ അങ്ങനെ നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു. ഇതാണ് അവിടുത്തെ ബോട്ട്. ഈ സൈഡിൽ മൊത്തം ബോട്ടാണ്, ഇങ്ങനെ ബോട്ടിങ്ങിന് പോകുന്ന ബോട്ടുകളാണ്. ഇങ്ങനെ മൊത്തം സൈഡ് ഫുള്ള് അങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ച പോലെയാണ്. പിന്നെ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് പാർക്കിൽ പോയി. അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റ് വേണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പാർക്കിൽ പോയിട്ട് കുറച്ച് നേരം കളിച്ചു കേട്ടോ. ഞങ്ങൾ 10 മണി ഒക്കെ ആയപ്പോഴാണ് ബേബിയുടെ ഫ്ലാറ്റൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. 10 മണി 10:30 ആകുമ്പോഴത്തേനും എത്തി. പക്ഷെ പെട്ടെന്ന് സമയം പോയ പോലെ തോന്നിയിട്ടോ. പിന്നെ ഇതായിരുന്നു ഞങ്ങൾ കയറിയ പാർക്ക്. പിന്നെ ഈ പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം അവിടെ കുറേ സ്ട്രീറ്റ് ഷോപ്സ് ഉണ്ടായിരുന്നു. ഒരു സൈഡ് ഫുള്ള് സ്ട്രീറ്റ് ഷോപ്സ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബൊമ്മക്കുട്ടിയും ട്രക്കും അതൊക്കെ മേടിച്ചു. ഒരു സൈഡ് എന്ന് വെച്ചാൽ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഫുള്ള് ഷോപ്പുകളാണ്, ഇങ്ങനെ കുഞ്ഞു ഷോപ്പുകൾ. അങ്ങനെ ആ ഒരു സൈഡ് മൊത്തം അങ്ങനെയാണ് കേട്ടോ, കണ്ടില്ലേ? ഈ അറ്റം മുതൽ ആ അറ്റം വേണ്ടി ഫുള്ള് പാർക്കുകളാണ്. പിന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി, ഉച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു റെസ്റ്റോറൻറ്റിൽ കയറി മന്തിയോ ബിരിയാണിയോ എന്തെങ്കിലും തിന്നാൻ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ പ്ലാൻ മാറി. എന്താ വെച്ചാൽ പിന്നെ ഞങ്ങൾ വിചാരിച്ചു മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് മീൽസ് കഴിച്ചു. നല്ല അടിപൊളി മീൽസാണ്, ഭയങ്കര അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ വയറ് ഫുള്ളായിട്ട് കഴിച്ചു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അവിടുത്തെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ആ വാട്ടർ മെട്രോൻ്റെ അവിടേക്കൊക്കെ ഒന്ന് പോയി. അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചി പോയി.
അപ്പോൾ ഫോർട്ട് കൊച്ചിയിലത്തെ കുറച്ച് വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ നിങ്ങൾ. ഈ ഒരു സ്ഥലം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇതൊരു സിനിമയിലുള്ള സ്ഥലമാണ്. അതൊരു വീടാണ്. ആ ഒരു സ്റ്റെപ്പ് കയറിയിട്ടൊരു വീടാണ്. അപ്പോൾ ആ വീട് ഒരു സിനിമയിലുള്ളതാണ്. പിന്നെ ഞങ്ങൾ ജങ്കാർ കയറാമെന്ന് വിചാരിച്ചു. കാരണം ട്രാവൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. കുറച്ചധികം ട്രാവൽ ചെയ്യേണ്ട സ്ഥലത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ജങ്കാറിൽ പോകാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് ടൈമാണ് ജങ്കാർ പോണത്. പക്ഷേ ഉമ്മച്ചിയൊക്കെ പറഞ്ഞ് ഞാൻ മുന്നേ കയറിയിട്ടുണ്ടെന്നാണ്. പക്ഷേ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൽ കയറിയപ്പോൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇളകലെ വെച്ച് ഇതിങ്ങനെ ഇളകുമ്പോൾ ചെറിയൊരു ഭയം. അത് ഇങ്ങനെ ഇളകുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, ചെറിയൊരു പേടി തോന്നും. അങ്ങനെ ഞങ്ങൾ അതങ്ങനെ ശീലമായവർക്ക് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിലിരുന്നിട്ട് ഇങ്ങനെ അധികം ട്രാവൽ ചെയ്യാനൊന്നുമില്ല കേട്ടോ. കുറച്ച് പോകാനേ ഉള്ളൂ. ഈ കരയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാനേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ലുലു മാളിലേക്ക് പോയി. അങ്ങനെ ലുലു മാളിൽ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പണി. ഒന്നാമത് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പാർക്കിംഗ് കിട്ടാനും കുറച്ച് പണിയാണ്. എന്നാലും ഞങ്ങൾ പാർക്കിംഗ് ഒപ്പിച്ചെടുത്തു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ആദ്യം ഫാഷൻ ഷോ ഉണ്ടായിരുന്നേ. അവിടെ ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. പിന്നെ ഞങ്ങൾ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തോട്ടാണ് പോയത്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം കളിച്ചു. കുട്ടികളൊക്കെ കളിച്ചു. അവിടെ ഇങ്ങനെ ഓരോ കാർ ഓടിക്കുന്നത്, ബൈക്ക് ഓടിക്കുന്നത്, അങ്ങനെയൊക്കെ അല്ലേ. ട്രെയിൻ ഓടിക്കാൻ പറ്റും. അങ്ങനത്തെയൊക്കെ ഇത് കുതിര, ഡക്ക്, അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഹൈപ്പർ മാർക്കറ്റിൽ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അവർ അറേഞ്ച് ചെയ്തതും പിന്നെ ഇതൊക്കെ അവിടെ സെയിൽ ചെയ്യാൻ വെക്കുന്നതാണ്. അല്ലാണ്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തതൊക്കെ കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ, അറേഞ്ച് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കുട്ടികൾക്ക് മീനൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ വലിയ മീനിങ്ങനെ കാണില്ലേ, അപ്പം ഞങ്ങൾ കാണിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. അതിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾ ഫുഡ് മേടിക്കാൻ കയറിയതാണ്. ഇവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് ഫുഡ് കോർട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡ് മേടിക്കാൻ കയറിയതാണ്. അപ്പോൾ ഇവിടെ മട്ടൻ്റെ ലെഗ് ഇരിക്കുന്നു, കണ്ടില്ലേ? അത് വേറെന്തോ സാധനമാണ് മട്ടൻ്റെ. ഇത് മട്ടൻ്റെ ലെഗ്, ലിവർ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ മട്ടൻ്റെ. ഇവിടെ കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് മട്ടൺ ചോപ്സാണ്. ഇത് മട്ടൺ ലയൺ ചോപ്സ്, അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ. അങ്ങനെ പിന്നെ ഈ ബേക്കറി ഏരിയ ഭയങ്കര ഭംഗിയാണ്. ഇതിപ്പം നോർമൽ കേക്കിൻ്റെ ഒരു ഏരിയയാണ്. ഇതല്ല ബേക്കറി ഏരിയ. നല്ല ക്യൂട്ടായിട്ടാണ് അവർ ഓരോ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ട് എന്ത് ഭംഗിയാണ് കാണാനെന്നറിയോ. നല്ല ഭംഗിയാണ്. നല്ല ക്യൂട്ടായിട്ട് അവർ ആ ക്രിസ്മസ് തീമിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ സാധനങ്ങളും. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ആവാം. ഹൈപ്പർ മാർക്കറ്റിൽ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഫുഡൊക്കെ എടുത്തു. അങ്ങനെ
ബില്ലൊക്കെ അടിക്കാൻ കുറച്ച് പണിയായിരുന്നു, എന്നാലും എളുപ്പമായിരുന്നേ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു, ഫുഡ് കോർട്ട് പോയിരുന്നിട്ട്. പിന്നെ ഞങ്ങൾ ബേബിനെ ഫ്ലാറ്റ് കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പോന്നു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ 10 മണിക്ക് ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്, ബ്ലോക്ക് മാക്സിമം ഒഴിവാക്കാൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.